സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ റിപ്പോർട്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മളോട് ഒരു സെമിനാർ പ്രസന്റേഷൻ തയ്യാറാക്കാനോ അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ തയ്യാറാക്കാനോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാനോ. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടാവും. ആ പരിപാടിയെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയെന്നുള്ളതും ഇന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തുന്നുള്ളതും ഇന്ന സ്ഥലത്ത് അത് നടത്തി ഇന്ന സമയത്ത് അത് നടത്തി അവിടെ ഇയാളാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ നമ്മൾ പാനൽ ഡിസ്കഷൻ അല്ല അല്ലെങ്കിൽ സെമിനാർ പ്രസന്റേഷൻ അല്ല നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സെമിനാർ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാലും പാനൽ ഡിസ്കഷൻ്റെ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപോലെയാണ് നമ്മൾ എഴുതുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാം. യുവർ സ്കൂൾ കണ്ടക്റ്റഡ് എ പാനൽ ഡിസ്കഷൻ ഓൺ ടീനേജേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദി ഇവന്റ്. അതായത് നമ്മുടെ സ്കൂളിൽ ഒരു പരിപാടി നടത്തി, ടീനേജേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ടീനേജേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ എ പാനൽ ഡിസ്കഷൻ. ഇതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത് ആരാണ് എഴുതിയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റിപ്പോർട്ടഡ് ബൈ യുവർ നെയിം, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റുഡൻറ് റിപ്പോർട്ടർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ബൈ സ്റ്റുഡൻറ് റിപ്പോർട്ടർ എന്ന് കൊടുക്കാം. ബൈ സ്റ്റുഡൻറ് റിപ്പോർട്ടർ എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ പേര്, ആ ഡേറ്റ് കൊടുക്കലാണ് അടുത്ത പരിപാടി. കൊച്ചി, October 25th. ഇനി നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ഒന്നാമത്തെ പാരഗ്രാഫിലാണ് എല്ലാ നടന്ന കാര്യങ്ങൾ, എവിടെ, എന്ത്, ആര് എന്നൊക്കെ പറയേണ്ടത്. The English School of GHSS Model School organized an insightful panel discussion on the topic Teenagers and Social Media yesterday at the school auditorium. The event began at 10 a.m. and was inaugurated by the principal. അപ്പോൾ ആര് ഉദ്ഘാടനം ചെയ്ത്, എപ്പോൾ നടത്തി, എവിടെ വെച്ച് നടത്തി, എന്നാണ് നടത്തിയത്, എന്തായിരുന്നു ടോപ്പിക്ക്, ഏത് സ്കൂളായിരുന്നു, എല്ലാം ഒന്നാമത്തെ പാരഗ്രാഫിൽ എഴുതണം. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തിട്ട് എഴുതാം. പക്ഷെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ളതിൻ്റെ ഒക്കെ ഉത്തരം വേണം. ഇനി അടുത്തതായിട്ട് ആരൊക്കെ സംസാരിച്ചു, എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പാനൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സീനിയർ ടീച്ചർ, ഒരു സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്, ഒരു സൈബർ സെൽ ഓഫീസർ ആണെന്ന് നമുക്കിവിടെ പറയാം. ഇനി അവർ ഓരോരുത്തരും എന്താണ് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, ടീച്ചർ എന്ത് പറഞ്ഞു, സൈക്കോളജിസ്റ്റ് എന്ത് പറഞ്ഞു, അവസാനം സൈബർ സെൽ ഓഫീസർ എന്ത് പറഞ്ഞു, അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി അവസാനത്തെ പാരഗ്രാഫാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി നടത്തിയതിൽ നിന്നുള്ള ആകെത്തുക എന്താണ്, എല്ലാവർക്കും എന്താണ് മനസ്സിലായത് എന്നുള്ളതാണ് നമ്മൾ പാനൽ ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ആയിട്ട് എഴുതുക. ദ സെഷൻ കൺക്ലൂഡഡ് വിത്ത് ആൻ ഇന്ററാക്റ്റീവ് Q&A റൗണ്ട് where students clarify their doubts regarding cyber laws. The panel unanimously, ഏകപക്ഷീയമായി എല്ലാവരും ഒരുമിച്ചിട്ട് agreed the social media is a powerful tool. It can be used with moderation and responsibility. ഉത്തരവാദിത്വത്തോടുകൂടിയും അതുപോലെ തന്നെ മിതമായ നിരക്കിലുമാണ് അത് ഉപയോഗിക്കേണ്ടത്. The event ended with a word of thanks എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് എൻഡ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ടൈറ്റിലിന് ശേഷം ആരെഴുതി, ബൈ ലൈൻ എന്നാണ് പറയാം. ബൈ സ്റ്റുഡൻറ് റിപ്പോർട്ടർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് നടത്തി, എന്ത് വിഷയത്തിനെ കുറിച്ചിട്ട് നടത്തി, എവിടെ വെച്ച് നടത്തി, എപ്പോൾ നടത്തി, തീയതി എന്ന്, സ്ഥലം എവിടെ, അത് ആര് ഇനാഗുറേറ്റ് ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫിൽ വരുമ്പോൾ പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് ആണെങ്കിൽ ആരൊക്കെയാണ് സെമിനാർ പേപ്പർ അവതരിപ്പിച്ചത്, അവരെന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തായിരുന്നു ആ ഒരു പരിപാടിയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളൊരു റിപ്പോർട്ടിൽ കൊടുക്കേണ്ടത്. ലെറ്റ് ഇറ്റ് ബി പാനൽ ഡിസ്കഷൻ, ലെറ്റ് ഇറ്റ് ബി സെമിനാർ പ്രസന്റേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും എക്സാം അടുപ്പിച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുള്ളൂ തോന്നുകയാണെങ്കിൽ പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് എന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.